IPL-ലെ മൂന്നാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ സംഹാര താണ്ഡവമാടി രാജസ്ഥാന്റെ വൈഭവ് സൂര്യവംശി. 15-കാരൻ വൈഭവ് സൂര്യവംശിക്ക് 50 റൺസ് തികയ്ക്കാൻ വേണ്ടി വന്നത് വെറും 15 പന്തുകൾ മാത്രമാണ്. മത്സരത്തിലാകെ 17 പന്തിൽ 5 സിക്സും 4 ഫോറും പറത്തിയ സൂര്യവംശി 52 റൺസ് നേടിയാണ് പുറത്തായത്. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ സൂപ്പർ കിങ്സ് 19.4 ഓവറിൽ 127 റൺസിന് പുറത്താവുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ 100 റൺസ് പോലും നേടാൻ പാടുപെട്ട CSKയെ ജെമി ഓവർട്ടൺ അവസാന വിക്കറ്റിൽ അൻഷുൽ കാംബോജിനെ കൂട്ടുപിടിച്ച് നേടിയ 33 റൺസാണ് വൻ നാണക്കേടിൽ നിന്നും ടീമിനെ രക്ഷിച്ചത്. 36 പന്തിൽ 43 റൺസ് നേടിയ ഓവർട്ടണാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ടോപ്പ് സ്കോറർ. ഓപ്പണറായി ഇറങ്ങിയ മലയാളി താരം സഞ്ജു സാംസൺ വെറും 7 പന്തിൽ 6 റൺസ് നേടി പുറത്തായി. മറ്റൊരു ഓപ്പണർ ക്യാപ്റ്റൻ ഗെയ്ക്വാദ് 11 പന്തിൽ 6 റൺസ് നേടി നിരാശപ്പെടുത്തി. 128 റൺസ് വിജയലക്ഷ്യവുമായി കളത്തിലിറങ്ങിയ രാജസ്ഥാൻ റോയൽസിനു വേണ്ടി വൈഭവ് സൂര്യവംശി മത്സരം പെട്ടെന്ന് തന്നെ പിടിച്ചടക്കുന്ന കാഴ്ചയാണ് പിന്നീട് മൈതാനത്ത് കാണാൻ സാധിച്ചത്. സൂര്യവംശി പുറത്താവുമ്പോഴേക്കും വെറും 6.2 ഓവറിൽ രാജസ്ഥാൻ സ്കോർ 75 റൺസിൽ എത്തിയിരുന്നു. രാജസ്ഥാനു വേണ്ടി ജയ്സ്വാൾ പുറത്താകാതെ 38 റൺസും ധ്രുവ് ജൂറൽ 9 പന്തിൽ 18 റൺസും നേടി. മത്സരത്തിൽ മികച്ച ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ച രാജസ്ഥാനു വേണ്ടി ആർച്ചറും ബർഗറും ജഡേജയും 2 വിക്കറ്റ് വീതം നേടി. നീണ്ട 17 വർഷങ്ങൾക്ക് ശേഷമാണ് രവീന്ദ്ര ജഡേജ രാജസ്ഥാൻ റോയൽസിലേക്ക് തിരിച്ചെത്തുന്നത് എന്ന പ്രത്യേകതയും ഈ മത്സരത്തിനുണ്ടായിരുന്നു. മത്സരത്തിൽ 47 പന്ത് ശേഷിക്കെ 8 വിക്കറ്റിനാണ് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ കെട്ടുകെട്ടിച്ചത്. ഈ കനത്ത തോൽവിയിൽ നിന്നും ചെന്നൈ സൂപ്പർ കിങ്സിന് തിരിച്ചു വരാനാകുമോ, സഞ്ജു സാംസണ് അടുത്ത മത്സരങ്ങളിൽ തിളങ്ങാനാകുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.